ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമലാനെല്ലാം അടുത്തെത്തി, ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. അപ്പോൾ റമലാൻ ആയതുകൊണ്ട് അതിന് എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഇനിയിപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്ന് വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അത് ചിക്ക്മംഗ്ളൂർ മാളിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചിക്ക്മോ പോയതാണ് കേട്ടോ. റമലാനിലെ എല്ലാ ഒരുക്കങ്ങളെല്ലാം തീർത്തിട്ടായാൽ പിന്നെ ഞങ്ങൾ സാധനം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിക്ക്മംഗ്ളൂർ എന്താ പറയുക, സ്മാർട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഏകദേശം 12 മണിയോളം ടൈം ആയിട്ടുണ്ടായി ഞങ്ങൾ പോകുമ്പോൾ തന്നെ. ഞാനും ഹസ്ബൻഡും മോളും ബൈക്കിലാണ് പോയത്. അമ്മായിമ്മ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിൽ വന്ന്, പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് പോയിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ 12 മണിയായപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിട്ടോ. പിന്നെ ഞങ്ങളുടെ ചായ ടൈം കൂടിയാണ്. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ആൾറെഡി ഞാൻ ഒരു 12 മണിയാകുമ്പോൾ ചായ കുടിക്കും. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ആദ്യം അതിന് അകത്ത് കയറണ മുന്നേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഹോട്ടലിലേക്ക് ചെറുതെന്ന് പറയുന്നത് സാധാരണ ഉണ്ട്, ഒരു ഹോട്ടലിലേക്ക് കയറിണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് പറഞ്ഞിട്ടുണ്ടായി, ഞാനും അമ്മായിമ്മോ പിന്നെ എൻ്റെ ഭർത്താവുക്ക്, മൂന്നാൾക്ക് ഞങ്ങൾ ചായ പറഞ്ഞ് നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൺ മസ്ക ഉണ്ടെന്ന് അവിടെ ബോർഡിലിട്ടുണ്ടായി. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടോ. 4 ഓർഡർ ചെയ്ത്, പക്ഷേ 2 കിട്ടിയുള്ളൂ. അപ്പോൾ ബൈ 2 ആക്കിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഞാൻ ഈ ബൺ മസ്ക ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾ തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇവിടെ ഹോട്ടലിൽ. പക്ഷേ ഞാൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും വന്നില്ല. അതിന് ബട്ടറിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ മോൾക്ക് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിട്ടോ, ഐസ്ക്രീം ഉണ്ട് പറഞ്ഞിട്ട് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായി. നല്ല ഒരു കുന്നുള്ള മാതിരി ഉണ്ടായിട്ടോ ഐസ്ക്രീം. ഇത് എപ്പോഴൊക്കെ തിന്ന് തീർക്കുന്നൊന്നും അറിയില്ല, പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഓരോ സ്പൂണോട് വായിക്ക് വെച്ച് തന്നിട്ടുണ്ടായി. പിന്നെന്താ പറയുക, അപ്പോൾ ഓള് തിന്നണവരെ അപ്പോൾ ഓളിത് ഏകദേശം തിന്നിട്ട് തീർക്കുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ടൈമാവും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്നിട്ട് ഓൻ്റെ തൊള്ള നോക്കി ഇങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ എന്താക്കി, ഞാനും എൻ്റെ അമ്മായിമ്മ രണ്ടാളും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടായി കേട്ടോ. ഇവർ വരുമ്പോഴത്തേനും ഞങ്ങളുടെ കയ്യിൽ എത്ര ആവും അത്ര ഞങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാമല്ലോ പറഞ്ഞിട്ട്. പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കണതും വേണ്ടല്ലേന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും വാപ്പയും മോളും അവിടെ തിന്നുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓറിനെ രണ്ടാളിനെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിണ്ടായി കേട്ടോ. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത് ഒന്നാമത്തത് നോമ്പിനുള്ള ഐറ്റങ്ങളെല്ലാം വാങ്ങാനാണ്. പക്ഷേ അവിടെ ഫുൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ജ്യൂസ് അങ്ങനത്തതൊന്നും ഞങ്ങൾക്കവിടെ, സ്ക്വാഷ് പോലത്തതൊന്നും ഞങ്ങൾക്കവിടെ കിട്ടിയിട്ടുണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ എന്താ പറയുക, പഞ്ചസാര, മൈദ, ഗോതമ്പ് പൊടി അങ്ങനത്തതെല്ലാം ഞങ്ങൾക്ക് അവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓഫറുകളുണ്ടായി, നല്ലപോലെ ഓഫറുകളുണ്ടായിട്ടോ. പക്ഷേ അവിടുത്തെ ഞങ്ങൾക്ക് നോമ്പിൻ്റെ ഐറ്റം മാത്രം എടുക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് നോക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇവിടെ പാക്കിങ് ചെയ്തതിനേക്കാളും ലൂസായിട്ട് കിട്ടൂലേ, അതാണ് കുറച്ചും കൂടി എനിക്ക് റേറ്റ് കുറവായിട്ട് കണ്ടത് കേട്ടോ. എല്ലാ ഐറ്റം മാളിൽ നിന്ന് തിന്നു ഈ മാളിൽ ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ആൾറെഡി ലേറ്റ് ആയതുകൊണ്ട് വേഗം എന്തൊക്കെ കണ്ണിൽ കാണും അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിട്ടോ. മെയിനായിട്ട് എൻ്റെ മക്കൾക്ക് മയോണൈസും പിന്നെ കെച്ചപ്പും, ഇത് 2 നോമ്പിൽ ഓർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്ക് എന്ത് എണ്ണക്കടി ഉണ്ടാക്കിയാലും ഓർക്കത് ഫസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പീച്ചാങ്കത്തി നോക്കി, പിച്ചാക്കത്തി എന്നല്ലേ പറയല്, പീച്ചാങ്കത്തി നോക്കി. അപ്പോൾ അത് വാങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയണത്, ഗട്ടിയില്ലാത്ത പോലെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ച്, അതിവിടെ ഞങ്ങൾക്ക് പിന്നെ ചന്തൽ കിട്ടുമോ മരത്തിൻ്റെ പിടിൻ്റെ, അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ ഒന്ന് ഓൺലൈനിൽ കൊണ്ടിരിക്കണത് ഒന്നുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. രണ്ടാളെല്ലാം ജോലി ചെയ്യുമ്പോൾ ഞാനും എൻ്റെ അമ്മായിമ്മ കട്ടിങ്ങിന് ജോലിയെല്ലാം ചെയ്യുമ്പോൾ പ്രശ്നമാവും ഒന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒന്നും കൂടി വാങ്ങണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ടായി, ആൾമോസ്റ്റ് മെയിനായിട്ട് ഞങ്ങൾക്ക് വേണമായത് ഒന്ന് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി പറഞ്ഞാൽ ഡെയിലി ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ ചപ്പാത്തി വേണം. എൻ്റെ ഭർത്താവിക്ക് ചപ്പാത്തി ഇല്ലാതെ ചോറ് വയ്ക്കൂല. അത് ഡെയിലി ഞാൻ എന്താക്കും, ഒന്നോ രാത്രി ഇല്ലെങ്കിൽ രാവിലെ ഒരു 3:30 മണിക്കെല്ലാം എണിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കൽ, ചൂടാട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഓടിയിട്ടുണ്ടായത് ഒന്ന് ചപ്പാത്തി പൊടി വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പൊടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി.
പക്ഷേ ഇത് സാധനങ്ങൾ എനിക്ക് ഒരു മാസത്തോളമൊന്നും വരില്ല കേട്ടോ. ഇതിൽ കുറേ സാധനങ്ങൾ എനിക്ക് ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേനും കാലിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ എന്താക്കും, പിന്നെ ഞാൻ ചിക്കൻ മോൾക്കൊന്നും പോകില്ല, പിന്നെ ഇവിടെ അടുത്തുള്ള പീടികയിൽ ഞാൻ വാങ്ങലാണ് കേട്ടോ. പക്ഷേ ഇത് നോമ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ അന്നത്തെ ഒരു മാസത്തെ സാധനം അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മായിമ്മ ട്രോളി ഇങ്ങനെ തള്ളിങ്ങോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ എടുത്തിട്ട് വെക്കുന്നതും വീഡിയോ ആക്കുന്നതും ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയും വീഡിയോ അവിടേക്ക് നിർത്തിയിട്ടുണ്ടായി കേട്ടോ. പക്ഷേ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ സക്കരപട്ടണം വാപ്പസ് റിട്ടേണിന് വരണം. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വീഡിയോ അവിടേക്ക് നിർത്തിയിട്ട് ഞാൻ വേഗം സാധനമെല്ലാം എടുത്തിട്ടിട്ട് പിന്നെ ഞങ്ങൾ ബൈക്കിൽ വന്നതുകൊണ്ട് സാധനവും വാപ്പസ് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ ബാബിൻ്റെ മോനും വന്നിട്ടുണ്ടായിട്ടോ. അവിടേക്ക് ഓരുടെ വണ്ടിയുണ്ട്, വണ്ടിയിൽ വന്നിട്ടുണ്ടായി. ഞങ്ങളെ ഒന്ന് എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ ആക്കാൻ. പക്ഷെ ഞങ്ങൾ അവിടുന്ന് അമ്മോങ്കാക്കാൻ്റെ പേരൊക്കെ പോയിട്ടുണ്ടായിട്ടോ. ഉച്ചക്ക് ചോറ് വയ്ക്കാൻ അമ്മോങ്കാക്കാൻ്റെ വൈഫ് അവിടെ ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തൊക്കെ അവിടേക്ക് പോയിട്ടുണ്ടായി. ഇത് കൊത്തമറിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ എന്താക്കുക, ഒരു എടുത്തിട്ട് വേറൊരു കവർ ഉണ്ടാവും, അതിലിട്ടിട്ട് ഞങ്ങൾ തന്നെ അവിടെ ഒന്ന് തൂക്കം നോക്കിയിട്ട് ഓരോടുത്ത് കൊടുത്ത് പറഞ്ഞാൽ ഓരത് കെട്ടിയിട്ട് അതിലൊരു സ്റ്റിക്ക് എത്ര kg ഉണ്ട് അത് നോക്കിയിട്ട് തൂക്കാക്കിയിട്ട് വെക്കും. അപ്പോൾ എളുപ്പമുള്ള പണിയാണിത്. അപ്പം ബാബീൻ്റെ മോനും വന്നിട്ടുണ്ടായി. ഞങ്ങളുടെ ഷോപ്പിങ്ങെല്ലാം ആൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായി കേട്ടോ. ഇതൊക്കെയാണ് എല്ലാം ഒരു ചാക്കിൽ ഞങ്ങൾ നിറച്ചിട്ട് വണ്ടിമേ കയറ്റിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ജ്യൂസ് ഐറ്റങ്ങൾ, സമോസ ഷീറ്റ്, പിന്നെ എന്താ പറയുക സമോസ ഷീറ്റ്, പിന്നെ ജ്യൂസിൻ്റെ ഐറ്റങ്ങൾ, പിന്നെ എന്താ പറയണത്, പിന്നെ മെയിൻ ഈ വെനില കസ്റ്റേർഡ് പുഡിങ് ആക്കുന്ന ഐറ്റങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അത് ഞങ്ങൾ ചിക്ക്മംഗ്ലൂരിൽ തന്നെ MG റോഡ് ഉണ്ട്, അവിടെ ഒരു പീടിയുണ്ട് നമ്മങ്കടി പറഞ്ഞിട്ട്, അവിടെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം വാരിയിട്ട് പിടിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിന് പകുതി ഭാബി വില്ല് കെട്ടിയിട്ടുണ്ടായി. അങ്ങനെ അങ്ങനെ തന്നെ എന്ത് കണ്ടാലും വായ്മേ തൂങ്ങി പിടിച്ച് നിൽക്കും കേട്ടോ. പിന്നെ ഓളുടെ ഒപ്പം അങ്ങനെ തന്നെ ഓൾക്ക് എന്ത് വേണം അത് വാങ്ങി കൊടുത്തിട്ട് അതൊരു ശീലമായി പോയിക്കണം. എന്ത് കണ്ടാലും ഓൾ വാങ്ങണം ഓൾക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നത് ഈ പീടിയൊക്കെയാണ് കേട്ടോ. ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ റംദാനിൻ്റെ എല്ലാ ഐറ്റംസും, ഈത്തപ്പഴം മെയിനായിട്ട് വാണായ തന്നെ ഈത്തപ്പഴം, അതെല്ലാം ഞങ്ങൾ ഈ പീടിയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. ഇതെല്ലാം എല്ലാ ഫ്ലേവറിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത് പാലിലടിച്ചിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എനിക്കിഷ്ടം മാംഗോ മാത്രം, പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെടില്ല അതിൽ. അപ്പോൾ മാംഗോ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാംഗോ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ കസ്റ്റർഡ് പൗഡർ. ഈ പീടിയൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒന്നും വാങ്ങാതെ പോകാതിരിക്കാനും പറ്റില്ല, അത്ര കളർഫുള്ളാണ് കേട്ടോ. ചോക്ലേറ്റ് ആയിട്ടും എല്ലാ ഐറ്റമും അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താ പറയൽ, ചിരോഞ്ചി, പിന്നെ ചിയ സീഡ്സ്, എല്ലാ തരത്തെ സീഡ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിട്ട് കുടിക്കുന്നതും തടി വെക്കാനും തടി കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനതെല്ലാം ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവിടെ തന്നെ ചെറുതായിട്ട് എടുത്തതാണ്. അങ്ങനെ എന്താ പറയൽ, അങ്ങനെ അവിടെ ഞങ്ങൾ ആൾമോസ്റ്റ് എല്ലാം വാങ്ങിന് കേട്ടോ. ഇത്ര ഐറ്റങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് പട്ട, ഗ്രാമ്പൂ അതിനെല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ. ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില. ഞാൻ പട്ട മാത്രമേ എടുത്തുള്ളൂ. ഗ്രാമ്പൂവും പിന്നെ ഏലക്കയെല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുക്കാൻ പോയിട്ടില്ല അവിടേക്ക്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒന്നാമത്തേത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇത് മംഗലാര ഭാഷയാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് നിങ്ങൾക്ക് മിസ്സാവും. ഞാൻ എന്താ പറയുന്നത്, ഈ പട്ടനെ ഞാൻ ചക്ക എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാനത് മലയാളത്തിൽ പട്ട എന്ന് പറയും. കുറേയൊക്കെ ഞാൻ എന്താ പറയണത്, പ്യൂർ മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ കുറേയൊക്കെ യൂട്യൂബിലാണ് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സമോസ ഷീറ്റ്, സമോസ പട്ടി എന്ന് പറയും ഇവിടെ കന്നഡത്തിൽ. അപ്പോൾ ഞാനൊക്കെ പട്ടി എന്ന് പറഞ്ഞ് നായി എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സമോസ ഷീറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സമോസ പട്ടി ഒന്നാമത്തത് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പീടികയിലും കന്നഡ ആയതുകൊണ്ട് നമ്മൾ സമോസ പട്ടിന്ന് ചോദിക്കും. അങ്ങനെ ഷീറ്റ് നിന്ന് ആരും ഇതാക്കാറില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് എവിടെ പോയാലും സാധനങ്ങൾ എത്ര വേഗം എടുത്താലും അതിൻ്റെ ബില്ലിംഗ് സെക്ഷനിൽ പോകുമ്പോഴാണ് ഒന്നാമത്തെ കൊയ്യണത്. അവിടെ കുറേ നേരം കാത്ത് നിന്ന് അത് ബില്ലായിട്ട് കിട്ടുമ്പോഴാവും 3-3:30 മണി ആയിട്ടുണ്ടായി കേട്ടോ. ഞങ്ങളിതെല്ലാം ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ആൾമോസ്റ്റ് എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ടായി. ഇനി ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ നാട്ടിൽ തന്നെ വാങ്ങാം, സക്കരപ്പട്ടണത്തിൽ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട്
ഞങ്ങൾ എന്തൊക്കെയും അവിടുന്ന് പിന്നെ അമ്മോക്കാക്കൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ ചോറും കറിയെല്ലാം റെഡി ഉണ്ട് പറഞ്ഞപ്പോൾ വെയിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടെല്ലാം പിന്നെ വരാമല്ലോ അവിടുന്ന്. പിന്നെ വരുമ്പോൾ ഞാനും അമ്മായിമ്മ ബസ്സിലാണ് വാപ്പസ് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് റംലാൻ തുടങ്ങുമ്പോൾ ഒരു ഷാപ്പിംഗ്, റംലാൻ്റെ നടുക്ക് ഒരു ഷാപ്പിംഗ്, അങ്ങനെ ഷാപ്പിങ്ങോട് ഷാപ്പിംഗാണ്. റംലാൻ മാസം തുടങ്ങി പറഞ്ഞാൽ ഇനി ഷാപ്പിങ്ങിൻ്റെ കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മോക്കാക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയിട്ടാകുമ്പോഴത്തേക്കും ഫസ്റ്റ് കൈയും കാലൊക്കെ കഴുകിയിട്ട് ആദ്യമായിട്ട് ചോറ് കഴിക്കായിരുന്നു. അമ്മോൻ കാക്കൻ്റെ വൈഫ് നല്ല ടൈലറാണ് കേട്ടോ. എല്ലാം സ്റ്റിച്ചാക്കും, ബ്ലൗസും ഡ്രസ്സും ആൾമോസ്റ്റ് എല്ലാം സ്റ്റിച്ചാക്കും, നല്ല ടൈലറാണ്. അപ്പോൾ എന്താ അവിടുത്തെ ഫുഡാണ് കേട്ടോ ഇത്. റാഗിൻ്റെ മുദ്ദ, ചിക്കൻ കറി, പിന്നെ നെയ്ച്ചോറ്, ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഞങ്ങൾ ഒരു ഉച്ചത്തെ ഭക്ഷണം കേട്ടോ. ഉച്ച എന്ന് പറയുന്നില്ല, വൈകുന്നേരം ആയില്ലേ ഞങ്ങൾ ആൾമോസ്റ്റ് വരുമ്പോൾ തന്നെ. അപ്പോൾ അതെല്ലാം ആയിട്ട് എന്താ പറയുക, കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് ഇരുന്നു ഞങ്ങളവിടെ. പിന്നെ അമ്മോങ്കാക്ക വന്നിട്ടുണ്ടായി. അമ്മോങ്കാക്കൻ്റെ അടുത്ത് അമ്മോങ്കാക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടുന്ന് വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഒരു 5:30-6 മണിക്കാണ് കേട്ടോ ഞങ്ങളെ പിന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയത്. ഹസ്ബൻഡ് സാധനത്തിൻ്റെ കെട്ടെടുത്തും കൊണ്ട് ബൈക്കിൽ വരാമെന്നും പറഞ്ഞ് പിന്നെ ഞാനും അമ്മായിയും ചെറിയ ബാഗുള്ളത് 2 പിടിച്ചും കൊണ്ട് ഞങ്ങൾ ബസ് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ മഹ്രിബ് ബാങ്കിൻ്റെ സമയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കർണാടകയിലെ എൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ എന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.